കടൽ കലുഷിതമാകുമ്പോൾ പേടിയോടെയാണ് ഓരോ മണിക്കൂറും ഇവിടെയുള്ള ജനങ്ങൾ താമസിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കൂട്ടം ആളുകളാണ് ഈ കടൽക്ഷോഭത്തിൽ പൊറുതിമുട്ടുന്നത്. കഴിഞ്ഞ നാളുകളേറെയായി അധികാരികളോട് ഇവർ കരഞ്ഞപേക്ഷിക്കുകയാണ് ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കണമെന്ന്. പക്ഷേ അധികാരികൾ ആരും തന്നെ ഇവരുടെ കരച്ചിലോ ഇവരുടെ പ്രാർത്ഥനയോ കേൾക്കാൻ തയ്യാറാകുന്നില്ല. നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഇവരുടെ ഈ പ്രശ്നം ഇവിടെ സങ്കീർണമായി തുടരുകയാണ്. ചേട്ടാ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ തീരദേശവാസികൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ 30 വർഷക്കാലമായി കടൽക്ഷോഭമുണ്ട്. ഓരോ വർഷവും കടൽക്ഷോഭം ഉണ്ടാവും. ഈ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് അധികാരികളുടെ ഭാഗത്ത് കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അത് പറയുന്ന സമയത്ത് കൃത്യമായി എന്താണ് പ്രശ്നമെന്നും എന്താണ് പരിഹാരമെന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അധികാരികളുടെ മുന്നിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവർ വർഷാവർഷം വന്ന് സന്ദർശിച്ചു പോവുക എന്നല്ലാതെ എന്തെങ്കിലും വാഗ്ദാനം നൽകുക എന്നല്ലാതെ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള പോംവഴികൾ ചെയ്യുക എന്നല്ലാതെ ഇതിനു വേണ്ടി ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല നമ്മൾ എന്താ പറയേണ്ടത്, ഒരു കടലിൽ കായം കലക്കുന്നത് പോലെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇപ്പോൾ കല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് നമുക്ക് വേണ്ടത്. ഇതുവരെ എന്താ പറയുക 10-30 വർഷമായിട്ടുണ്ട് ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും കടൽ കയറുന്നുണ്ട്, ജനപ്രതിനിധികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ പാസ്സാവുന്നുണ്ട്. എന്നാൽ അതൊന്നും പിന്നീട് ഇവിടേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇത് ഒന്നുകിൽ ഇതിന് ടെട്രോപോഡ് പോലെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ പുലിമുട്ട് പെട്ടെന്ന് പണി തീർക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഒരു കടൽക്ഷോഭം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വോട്ട് ലാഭം നല്ല രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് എന്താ പറയുക, ജനങ്ങൾ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കടൽ ശാന്തമാവുമ്പോൾ അവരും അതുപോലെ ശാന്തമാവും. പിന്നീട് ഇത് അടുത്ത വർഷമാണ് ഇത് വീണ്ടും അവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അന്നേരം പല പല രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങളും അത് പിന്നീട് ഈ കടൽ ശാന്തമാവുന്നത് പോലെ തന്നെയാണ് അതും ശാന്തമായി പോവുകയാണ്. കഴിഞ്ഞ 35 വർഷമായി ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുടെ മുൻപിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കടപ്പുറം എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ ഇവർക്ക് കഷ്ടതകളുടെയും ദുരന്തങ്ങളുടെയും കഥകൾ മാത്രമേ പറയാനുള്ളൂ. ചേട്ടാ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു കണക്കെടുപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ കഴിഞ്ഞതിൽ തീരദേശ ഹൈവേ വരുമെന്ന് പറഞ്ഞിട്ട് ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കളിസ്ഥലം ആ പാർക്കിൻ്റെ ഇത് ഹിയറിംഗ് നടന്നിട്ട് അതിൻ്റെ കല്ലിട്ടിരിക്കണക്കാണ്. കടലിൻ്റെ അപ്പുറമാണ് കല്ല് കിടക്കുന്നത്. ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് വീടുകൾ, അതിൻ്റെ മുൻപ് അവിടെ ഉണ്ടായിരുന്നൊരു വീട്, അതിനപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. ഒരുപാട് വീടുകളുണ്ടായിരുന്നു. ഇവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ഒരുപാട് ആളുകൾ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ശരിയായ ഈ നമ്മുടെ ആളുകൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മൾ ഈ ശക്തമായ കടൽക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡും കടന്ന് കഴിഞ്ഞ വർഷം അപ്പുറത്തെ റോഡിലേക്ക് കടൽ വെള്ളം കടന്ന് ഒരുപാട് ആളുകൾ മാറി താമസിക്കേണ്ടത് ഇപ്പം നിങ്ങളെ മുന്നിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് കടപ്പുറം പഞ്ചായത്ത് എന്ന ഈ ചെറിയൊരു ഗ്രാമമാണ് കടപ്പുറം, ഒരു ദ്വീപാണ് കടപ്പുറം ഗ്രാമപഞ്ചായത്ത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ശക്തമായ കടൽക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാ ഭാഗങ്ങളിലും നല്ലൊരു കടൽ ഭിത്തി കെട്ടി ടെട്രോപോഡ് പണിത് ഞങ്ങളെ നാടിനെ സംരക്ഷിക്കണം ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ നാട് കടലെടുത്ത് പോകും. അതാണ് ഇവർക്ക് പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് തൊട്ട് പുറകെ കാണുന്ന വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അല്ല, ഇവിടെ താമസിക്കാനൊക്കെ രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടുന്നത്? ഇവിടെ പേടിയാണ്. കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഗവൺമെൻറ്റിനോട് നിങ്ങളുടെ പരാതികളും ആവലാതികളൊക്കെ പറഞ്ഞിട്ട് എന്താണ് അതിന് തീരുമാനമുള്ളത്? ഒരുപാട് പ്രാവശ്യം MLA ആയാലും തഹസീൽദാർ ആയാലും പല പല രാഷ്ട്രീയ നേതാക്കന്മാരും വന്ന് പോവാന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കടപ്പുറം പഞ്ചായത്ത് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ഒരു വോട്ട് ബാങ്കായി മാത്രം മാറുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് റോട്ടിൽ നിന്നും അടുത്ത വീടുകളിലേക്ക് കടൽ വെള്ളം ഒലിച്ചതാണ്. അപ്പോൾ ഈ കടൽ വെള്ളം വീടുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളാണ് നമ്മുടെ ഉള്ളത്. ഇത് പരിപാടി എന്തൊക്കെയാണ്, എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് സുഹൃത്തെ, ഇത് എല്ലാ വർഷവും ഉള്ളതായിട്ട് നടന്നത്. ഇവിടെ ആരും വന്നിട്ട് ഒരു കാര്യമില്ല. MLA ഉണ്ട്, MP ഉണ്ട്, പഞ്ചായത്തുണ്ട്, എല്ലാവരും ഉണ്ട്. സ്ഥിരം ഇത് പറയൽ തന്നെയാണ് ജോലി. കടൽ ഭിത്തി കെട്ടാൻ, ഒലിമുട്ടിടാൻ ഇതുവരെ ചെയ്യുന്നില്ല. ആരും ചെയ്യുന്നില്ല. ഇതുവരെയായിട്ട് ഒരു MLA തിരിഞ്ഞു നോക്കിയിട്ടില്ല, പഞ്ചായത്ത് മെമ്പർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പ്രസിഡന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല, MP വന്നിട്ടില്ല. എല്ലാവരും എപ്പോഴും പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്.
ആരും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല. ഇതന്നെ അല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇത് എല്ലാ വർഷവും നടക്കുന്ന എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും വീടിൻ്റെ അകത്ത് ഇന്ന് രാവിലെ ക്ലീൻ ചെയ്താണ് ഈ കാണുന്നത്. വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇതന്നെ പരിപാടി. ഇതേടാ അല്ല, ഇവിടെ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നതിൽ വലിയൊരു അരിഷ്ടതാത്ത ബോധം തോന്നുന്നില്ലേ? എല്ലാവരും മാറ്റിയിരിക്കുകയാണ്. രാത്രി ഒന്നും ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും പ്രശ്നം കുടിവെള്ളമാണ്. ഇപ്പോൾ കുടിവെള്ളം കിട്ടാൻ വഴിയില്ല. എല്ലാം ഉപ്പുവെള്ളമാണ്. ഈ കടപ്പുറത്ത് നിന്ന് വരുന്നത് വേസ്റ്റാണ് വരുന്നത് കംപ്ലീറ്റ്. ഇവർ പറയുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ കുടുംബങ്ങളെയും കുട്ടികളെയും കൂടെയുള്ള ആളുകളെയും എല്ലാം തന്നെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല ഇവർ കുടിവെള്ളത്തിൻ്റെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറയുന്നത്. രാത്രി എങ്ങനെ ഇവിടെ താമസിക്കുന്നത്? രാത്രി പേടിച്ചിട്ടാണ് താമസിക്കണത് തന്നെ. ഉറക്കി കുട്ടികളും എല്ലാവരും ചാടി എണിക്കാണ് സൗണ്ട് കേട്ടിട്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. വലിയൊരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇവിടെയുള്ള ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇതിന് എന്തെങ്കിലും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. നമ്മളിവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ വർഷകാലം വന്നു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും ഉണ്ടാവില്ല. ഇത് അധികൃതർ സർക്കാരിൻ്റെ ആൾക്കാർ വന്ന് നോക്കിപ്പോൾ അത് ചെയ്യാതൊക്കെ പറയും. അല്ലാണ്ട് വേറെ ഒന്നുമില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ കല്ല് പടിഞ്ഞാറ് ഭാഗത്ത് നോക്കിയാൽ അവിടെ കുറച്ച് കല്ല് കിടക്കുന്നുണ്ട്. ആ കല്ലിൻ്റെ ഒരു തണലിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് പൈസ ചിലവാക്കി ആ ബാക്കിൽ തോട് പോലെ കൊലിച്ച് അതിൽ വരുന്ന വെള്ളം എന്ത് ചെയ്യും, മറ്റു വഴിക്ക് കൂടി പോകും. ഈ ഭാഗത്ത് കൂടിയും വരും. അത് ഇപ്പം കണ്ടില്ല. അപ്പോൾ ഇത് ഓരോരുത്തർ ബാക്കിൽ നിന്നിട്ട് ഇതിലെന്തെങ്കിലും പരമാവധി കാശ് ചിലവാക്കിയിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ താങ്കളിപ്പോൾ സാറ് ഈ ചാനലിലൊക്കെ കൂടി കണ്ടിട്ട് ഇപ്പോൾ ഇതിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുണ്ടല്ലോ. അധികൃതരുടെ ഭാഗത്തുനിന്ന് ആദ്യം ഇവിടെ ഈ ഭാഗത്ത് റോഡൊരു താഴ്ചയാണ്, നിലമ്പതിയായിരുന്നു. ആ വടക്കുന്ന് വന്നിട്ട് ആ വളവുണ്ടല്ലോ, അവിടെ നിന്ന് വെള്ളം വന്ന് ഒന്നായിട്ട് ഇങ്ങോട്ട് തള്ളിയിരുന്നതാണ്. ഈ വെളിച്ചെണ്ണപ്പടിയിൽ വെള്ളം കയറിയിട്ട് ഇങ്ങോട്ട് തള്ളും. അപ്പോൾ ഇവിടെ ഒരു പ്രളയ കുഴിയാണ്, ഒരു പ്രളയത്തിന് സമാനമാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ഇത് പ്രളയമായി കഴിഞ്ഞപ്പോൾ പണ്ട് പ്രളയത്തിൽ കിഴക്കൻ മേഖലകൾ ഇവിടെ ഒരു വസ്തു ഉണ്ടായിരുന്നില്ല. ഈ സർക്കാർ ഓരോരുത്തരും ചെയ്യുന്നത് ഓരോരോ ഭാഗത്ത് പഞ്ചായത്തുകാരാണ്. അർഹതപ്പെട്ടവർക്കുള്ള സാമ്പത്തിക സഹായം കൊടുക്കില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ഒരു വോട്ട് ബാങ്കായി മാത്രം ഗവൺമെൻറ് കാണുന്നുണ്ട്. അത്ര തന്നെ കാണുള്ളൂ. എല്ലാവരും ഗവൺമെൻറ്റിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ പഞ്ചായത്തായാലും മറ്റുള്ളവരായാലും യഥാർത്ഥ മനസ്സാക്ഷിക്ക് വോട്ട് ചെയ്തവർക്ക് ഒരു ഗുണവും ചെയ്യില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഇവിടുത്തെ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ അറിഞ്ഞിട്ടെ, ഈ സർക്കാർ തികഞ്ഞൊരു പരാജയമാണ് എന്നൊരു അത് പറയാൻ പറ്റില്ല. അത് ഒരു സർക്കാർ പരാജയപ്പെടുന്ന പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഈ വില്ലേജ് ഇവിടുത്തെ പഞ്ചായത്തിനാണ് ഇതിൻ്റെ അധികാരം. അവരാണ് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത്. അവർ അഭ്യർത്ഥിച്ചാലേ ഇവിടെ വേണ്ട കാര്യങ്ങളും നടക്കൂ. നമ്മൾ മറ്റൊരു ഗവൺമെൻറ്റിന് വേറെ ഒരു ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ കാലങ്ങളായി നമ്മളിങ്ങനെ കരഞ്ഞൊക്കെയാണ് അപേക്ഷിക്കുന്നുണ്ട്, എന്നാൽ തന്നെ ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കല്ല് പൊളിഞ്ഞു പോയിട്ടിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് പണിക്കാരെ കൊണ്ട് ചെയ്യിച്ചാണ്. ഒരു 5 കൊല്ലം മുന്നേ റംസാനായിരുന്നു. അപ്പോൾ ഇവിടെ ഹോട്ടലൊക്കെ മുടക്കുക. അപ്പോൾ ഈ പണിക്കാർക്ക് ഭക്ഷണം കിട്ടില്ല, അവർ പണിയിട്ട് പോകും, പണി ചെയ്യാണ്ട് പോകും. ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുത്തിട്ടാണ്. ഇവിടെ ഈ ആൾക്കാരൊക്കെ ഇത് ആലപ്പുഴക്കാർ വന്നിട്ട് ബൈജുവിൻ്റെ പണിക്കാരായിരുന്നു. ഷൈജു ഒരു കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണക്കാരൻ പറഞ്ഞത് കേൾക്കില്ല. സാധാരണക്കാരനും രാഷ്ട്രീയക്കാരനും യാതൊരു വിലയില്ലാതായി. ഒരു വിലയില്ല. ഇപ്പം ഈ ചോട്ടാ നേതാക്കളുണ്ടല്ലോ, അവർക്കേ വിലയുള്ളൂ. അവരാണ് ഇത് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളാണ് ഇതിൻ്റെ തലപ്പത്തുള്ളത്. ഞങ്ങൾ പറയണ വരെ കേൾക്കൂ എന്നുള്ളത്. ആ പറയുന്നത് കേൾക്കുക, അല്ലാതെ വേറെ യാതൊരു നിർദ്ദേശമില്ല. എന്തായാലും ഈ കടപ്പുറം നിവാസികൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവർക്ക് ശാശ്വതമായൊരു പരിഹാരം നേടിത്തരണമെന്നാണ് അധികൃതരോട് ഇവർക്ക് അപേക്ഷിക്കാനുള്ളത്. ഇല്ലാത്ത പക്ഷം ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ക്യാമറാമാൻ അശ്വിൻ ടി വർഗീസിനൊപ്പം റോജി ഇളവനാങ്കുഴി, ഷെക്കേന ന്യൂസ്, തൃശ്ശൂർ.